എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടണ മാവുന്തൈ നമ്മ എങ്ങനെയാണ് നടണ്ടേന്നാണ്. അപ്പൊ നമുക്ക് ഈ സമയത്ത് മാവുന്തൈ ഒക്കെ നടാൻ പറ്റിയ ഒരു സമയമാണ്. കാരണം മഴ വരുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ട് ചെടി നന്നായിട്ട് വളർന്നോളും. അപ്പൊ നമുക്ക് ചൂടാണ് എങ്കിൽ കൂടി നമുക്ക് 2 പ്രാവശ്യം നനച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതെങ്ങനെയാണ് നടണ്ടേന്നാണ് ഇന്നത്തെ എന്റെ വീഡിയോ. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മ നടാൻ പോണ മാവുന്തൈ. 4 kg മാങ്കോ ആണ്. പേര് പോലെ തന്നെ 4 കിലോ വരെ വരോട്ടി മാങ്ങയുടെ തൂക്കം. പിന്നെ അത്യാവശ്യം നല്ലൊരു മാവുന്തൈ തന്നെയാണ്. അപ്പൊ നല്ല ടേസ്റ്റി ഉള്ള മാങ്ങയാണ്. അപ്പൊ നമുക്കിത് നടാം. നടാനായിട്ട് നമ്മിപ്പോ അടിയിൽ ഇപ്പൊ ഒരു 2 അടി താഴ്ചയുള്ള കുഴിയാണ് എടുത്തേക്കണത്. അപ്പൊ ഞങ്ങളുടെ ഇവിടാന്ന് വെച്ചാല് വെള്ളക്കെട്ടൊക്കെ ഉള്ള കാരണം അധികം അങ്ങോട്ട് താത്തേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പൊ ഇത് വളമിട്ട് ഉപയോഗിക്കണത് വേപ്പും പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത്. ഇപ്പൊ ചാണകപ്പൊടി എന്ന് പറഞ്ഞാല് വെച്ചൂർ പശുവിന്റെ ചാണകപ്പൊടിയാണ്. കണ്ട, നമ്മ എപ്പോഴും ചാണകപ്പൊടി മേടിക്കുമ്പോ ഇതേപോലത്തെ ചാണകപ്പൊടി ആയിരിക്കണം. ഉണങ്ങി പാറ പോലെ ഇരിക്കണ ചാണകപ്പൊടിക്ക് യാതൊരുവിധ ഗുണവുമില്ല. ഇത് തണലിലിട്ട് ഉണക്കി പൊടിച്ച ചാണകപ്പൊടിയാണ്. കണ്ട, ഇതേപോലെയാണ് ചാണകപ്പൊടി ഇരിക്കേണ്ടത്. പിന്നെ വേപ്പും പിണ്ണാക്കാണ്. കണ്ട, വേപ്പും പിണ്ണാക്ക് നമ്മ എന്ത് നടുമ്പോഴും അടിയിൽ ഇട്ട് കൊടുക്കണം, നല്ലതാണ്. കീടങ്ങളുടെ ആക്രമണത്തിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇപ്പൊ ചുവന്ന മണ്ണ് എന്നുവെച്ചാൽ ഇവിടുത്തെ മണ്ണ് കണ്ട ഇതേപോലത്തെ മണ്ണാണ്, കുഴിമണ്ണ് പോലത്തെ മണ്ണാണ്. അപ്പൊ നമ്മ കുറച്ച് ചുവന്ന മണ്ണ് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോ കുമ്മായൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് മാവുന്തൈ നടാട്ടോ. അപ്പൊ എങ്ങനെയാണ് മാവുന്തൈ നടണേന്ന് വെച്ചാൽ ഇപ്പൊ നഴ്സറിന്നൊക്കെ നമുക്കൊരു മാവുന്തൈയോ അല്ലെങ്കിൽ പ്ലാവൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കണ്ട ഈ കവറ് ഇങ്ങനെ നമ്മ ഇങ്ങനെ കളയണം. കവറ് ഇതേപോലെ കളഞ്ഞാ മതി. കവറ് പൊളിച്ച് കളഞ്ഞിട്ട് വേണം കവറ് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്ക് നേരെ ഇത് നമുക്ക് കുഴിയിലോട്ട് വെക്കാം. വേണ്ട, ഇതേപോലെ വെക്കാം. വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോ ഈ ഇടകളിലാണ് നമ്മൾ വളമൊക്കെ ഇടാൻ പോണത്. അപ്പൊ നമുക്കിപ്പോ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ അടിവളമായിട്ട് നമുക്ക് വീട്ടിലുള്ള ജൈവവളം ഏത് വളം വേണമെങ്കിലും, ചാണകപ്പൊടി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ഏത് വളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ജൈവവളം ഏത് വളം വേണമെങ്കിലും. പിന്നെ നമുക്കിത് ചുവന്ന മണ്ണാണ്. അപ്പൊ ചുവന്ന മണ്ണ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കും. ഇതിപ്പോ നമ്മുടെ ഇവിടെയൊക്കെ ചുവന്ന മണ്ണല്ലല്ലോ. അപ്പൊ നമ്മൾ മേടിക്കണ മണ്ണാണ്. മണ്ണ് നമുക്ക് നന്നായിട്ട് കണ്ട ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ മേൽമണ്ണ് അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. കണ്ട് ഇതേപോലെ നമ്മുടെ മണ്ണിട്ട് കൊടുക്കുക. നമുക്ക് നനക്കാനൊക്കെ കുറച്ച് തടം വേണമല്ലോ, വെള്ളം ഒഴിക്കാനൊക്കെ. നമ്മിപ്പൊ നല്ല ചൂട് സമയമാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ വക തൈക്കളൊക്കെ നടാൻ പറ്റിയ സമയം. കാരണം മഴ വരുമ്പോഴത്തേനും വേരൊക്കെ പിടിച്ചിട്ടും നമുക്ക് ഈ സമയം നല്ലതാണ് നടാൻ. പക്ഷെ നമ്മ ദിവസത്തിൽ 2 പ്രാവശ്യം നമ്മ നനച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ ഇവിടെ കണ്ടില്ലേ ഭയങ്കര വെയിലാണ്, സൂര്യപ്രകാശമുള്ള നല്ല
സ്ഥലമാണ് ഇത്. നമ്മ ഫ്രൂട്ട്സ് ഒക്കെ നടാനായിട്ട് എപ്പോഴും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ നമുക്കിതിപ്പോ മാവുന്തയൊക്കെ നട്ടല്ല. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒടിനൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടി, കാറ്റിനൊക്കെ ഒടിനൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്കൊരു വടി വെച്ച് കെട്ടണം. നമുക്ക് കണ്ട ഇതേപോലത്തെ ഒരു വടിയാണ് ഇട്ടേക്കണത്. ഈ വടി വച്ചിട്ട് നമ്മ നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. അപ്പൊ കെട്ടിക്കൊടുത്താല് പിന്നെ മാവ് കാറ്റത്തൊന്നും ഇളകിയവില്ല. കണ്ട നമുക്കൊരു വള്ളി വെച്ച് കയറ് വെച്ച് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ കെട്ടിക്കൊടുക്കുക കേട്ടാ. പ്ലാസ്റ്റിക്കിന്റെ വള്ളിയൊന്നും ഉപയോഗിക്കാണ്ടിരിക്കാൻ നല്ലത്. നമ്മൾ ഇതേപോലത്തെ കയറൊക്കെ വെച്ച് കെട്ടിയാൽ മതി. അപ്പൊ ഇത് മാവ് ഇപ്പൊ നേരക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്ത് നട്ട് കഴിഞ്ഞാലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള തടമൊക്കെ വെച്ചിട്ടാണ് നട്ടേക്കണത്. നമുക്ക് ഈ തടത്തിൽ നമുക്ക് വളങ്ങളാ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് ഒക്കെ നമുക്ക് ഇടുകയും ചെയ്യാം. നമുക്ക് ഇലമലൊക്കെ ആയിട്ട് എന്താ ഇതേപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കാം. നമുക്ക് മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മ ഏത് ഇത് നട്ടാലും നമ്മൾ സംരക്ഷിക്കണ പോലെയാണ് ഇതൊക്കെ കായ്ക്കണത് കേട്ടാ. കാരണം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നടണം ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ തന്നെ. ചില ഫ്രൂട്ടിന് മാത്രമാണ് വെയിൽ വേണ്ടാത്തത്. ബാക്കിയുള്ളതിനൊക്കെ നല്ല വെയിൽ തന്നെ വേണം. നമ്മ നോക്കണ പോലെയാണ് ഇതൊക്കെ കായ്ക്കുള്ളൂ. വർഷത്തിൽ ഒരു 3 പ്രാവശ്യം നമ്മ വെള്ളമിട്ട് കൊടുക്കണം. അപ്പൊ മാവുന്തയൊക്കെ നടണതൊക്കെ എല്ലാരും കണ്ടല്ലോ. അപ്പൊ സ്ഥലമുള്ളവരൊക്കെ ഇതേപോലെ മാവുന്തൈ നമുക്ക് താഴെയൊക്കെ വെക്കാൻ സ്ഥലം വെയിലും വേണോട്ടാ വെക്കാം. അല്ലാത്തവർക്ക് നമുക്കിന്ന് ഡ്രമ്മുകളിലൊക്കെ ടെറസിൽ വരെ മാവ് കൃഷി ചെയ്യാം. അപ്പൊ നമുക്കറിയാലോ ഇപ്പത്തെ ചൂടിനെ പറ്റി. നമുക്ക് മരങ്ങള് ഒക്കെ കുറഞ്ഞതാണ് ഇത്രയും ചൂട് കൂടാനൊക്കെ കാരണം. അപ്പൊ നമ്മ മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടത് എന്തായാലും അത്യാവശ്യം തന്നെയാണ്. അപ്പൊ ഇന്ന് വലിയ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് മാങ്ങ ഇപ്പൊ പൊട്ടിക്കാൻ ആളെ കിട്ടൂല. പിന്നെ വലിയ മരമായി പോകും. പക്ഷെ ഇതേപോലുള്ള ചെറിയ തൈക്കള് ചെറുതിലേ തന്നെ കായ്ക്കണ ഗ്രാഫ്റ്റും ബഡിങ് ഒക്കെ ചെയ്ത തൈക്കൾ ഒരുപാട് ഇന്ന് മേടിക്കാൻ കിട്ടും. അപ്പൊ അതൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.